ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈറ്റ് പ്ലസിന്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, വിജയത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ യാത്രയിൽ രണ്ട് പ്രധാന ഘടകങ്ങളെ കൂടി നിങ്ങളോടൊപ്പം ചേർക്കുക, ആ യാത്രയിൽ കൂട്ടായി ചേർക്കുക. ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? ഒന്ന്, നിങ്ങളുടെ ആത്മമിത്രമായി സ്ഥിരോത്സാഹത്തെ കൂടെ കൂട്ടുക. മറ്റൊന്ന്, വിവേകിയായ ഒരു ഉപദേശിയായി ജീവിതത്തിന്റെ അനുഭവ പാഠങ്ങളെയും കൂടെ കൂട്ടുക. അപ്പോ നിങ്ങളുടെ വിജയയാത്രയിൽ സ്ഥിരോത്സാഹം നിങ്ങളുടെ ആത്മമിത്രമായും അനുഭവങ്ങൾ വിവേകിയായ ഉപദേശിയുമായി നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിന്റെ ട്രാക്കിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സഹകാരി റൈസ് പ്ലസിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ വളരെ ശ്രദ്ധേയമായ ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു കമ്മീഷൻ. ഇന്ത്യൻ ധനകാര്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഈ സ്ഥാപനം എന്താണെന്നും ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്നും ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അതിനു മുന്നേ നമ്മൾ പതിവ് പോലെ ഈ ടോപ്പിക്കിൽ നിന്ന് ഈ അടുത്ത കാലത്തായി PSC ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രം, അതിന്റെ ആൻസർ ഞാനിന്ന് പറയുന്നില്ല, അത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആൻസർ കണ്ടെത്താം. നിങ്ങൾക്ക് വിട്ടുതരുന്നു, ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് വിട്ടുതരുന്നു. ഈ ചോദ്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഈ അടുത്ത കാലത്ത് PSC ചോദിച്ച ചോദ്യമാണ്. അതായത് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഒന്ന്, 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഉത്തരം ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും, അത് ശരിയോ തെറ്റോ എന്നുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്, അഡ്വൈസറി ഇൻ നേച്ചർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റോ നമുക്ക് കണ്ടെത്താം. അടുത്ത നോക്കാം. ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി, അതായത് ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4, ജുഡീഷ്യൽ സ്വഭാവം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കോസി ജുഡീഷ്യൽ ബോഡി അല്ല എന്നാണ് നാലാമത്തതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരം ഈസിയായി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് ഈ ചോദ്യം ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം നോക്കൂ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമേത്? ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇനി അറിഞ്ഞുകൂടായെങ്കിൽ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. എന്താണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്? അറ്റോർണി ജനറൽ ആണോ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണോ, ധനകാര്യ കമ്മീഷൻ ആണോ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണോ? ഇത് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നോക്കൂ. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ ധർമ്മമല്ലാത്തത്, പ്രവർത്തനമല്ലാത്തത് ഏത്? ടു റെക്കമെൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ
on distribution between union and state of net tax revenue. B. To recommend the President of India on principles which should govern the grant in aid of revenue of the states. To recommend the President of India on measures to present the state finance bill. To recommend the President of India on the measures needed to increase the consolidated fund of the state. ഒന്ന് വായിച്ചിട്ട് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം ആ ശ്രമം തുടരുക. ഒരു ചോദ്യവും കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് കടക്കാം. Which one of the following statement is or are correct related to the Finance Commission in India where former Union Cabinet ministers? First two chairpersons of Finance Commission were former Union Cabinet minister. കേന്ദ്ര ധനകാര്യ മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ടു ചെയർപേഴ്സൺസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ വേർ ഫോർമർ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. ശരിയോ തെറ്റോ? നമുക്ക് വേണ്ടത് കറക്റ്റ് ആണ്. കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് റെക്കമെൻഡേഷൻ ടു ചീഫ് മിനിസ്റ്റർ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റോ? ഫിനാൻസ് കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ് ആർ മാൻഡേറ്ററി ഇൻ നേച്ചർ. അടുത്തത്, ഫിനാൻസ് കമ്മീഷൻ ഷാൽ ഹാവ് പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട് വൈൽ ഫങ്ഷനിങ്. ഇത് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ മാൻഡേറ്ററി ആണോ അതോ ഫിനാൻസ് കമ്മീഷൻ ഷാൽ ഹാവ് പവർ സിവിൽ കോർട്ടിന്റെ പവർ ഉള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം കാത്തിരുന്ന് കാണുക. തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. നോക്കാം നമുക്ക്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണ്? വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ? പാർട്ട് 12. എത്ര? പാർട്ട് 12, 12ാമത് ഭാഗത്താണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 25 ഭാഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. അതിലെ 12ാം ഭാഗത്താണ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 280 ആൻഡ് 281. 280 ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ 280. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിൾ കൂടിയുണ്ട്, ആർട്ടിക്കിൾ 281, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി റിപ്പോർട്ട് ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 281 അനുച്ഛേദം. അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 280 ആൻഡ് 281. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ഫിനാൻസ് കമ്മീഷൻ എന്ന് മാത്രം ചോദിച്ചാൽ ആർട്ടിക്കിൾ 280 പറയുക. റിപ്പോർട്ട് ഓഫ് ഫിനാൻസ് കമ്മീഷൻ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 281 എന്ന് പറയുക. ഇനി ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇത് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധേയമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനമാണെന്ന് ഇനി പറയേണ്ടതില്ല, കാരണം ഭരണഘടനയിലെ പാർട്ട് പറഞ്ഞു, ഭരണഘടനയുടെ ആർട്ടിക്കിൾ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ അറിയാം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഒപ്പം മറ്റൊരു പോയിന്റ് കൂടി അവിടെ കിടപ്പുണ്ടല്ലോ, ഇറ്റ് ഈസ് എ കോസി ജുഡീഷ്യൽ ബോഡി. നമ്മൾ ഈ ക്ലാസ്സിന് മുമ്പായിട്ട് ചോദ്യ പേപ്പർ ഒന്ന് ആ ചോദ്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തപ്പോ ഈ വാക്ക് ആ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോസി ജുഡീഷ്യൽ ബോഡി. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു വാക്കൂടെ പറയുന്നത് കോസി ജുഡീഷ്യൽ ബോഡി, അർത്ഥ ജുഡീഷ്യൽ ബോഡി, അർത്ഥ നീതിന്യായ സ്ഥാപനമാണ്. അതെന്താണ്? ആ വാക്ക് പലർക്കും സംശയം വരും. എന്താണ് കോസി ജുഡീഷ്യൽ ബോഡി? നമ്മുടെ കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജുഡീഷ്യൽ ബോഡി അല്ല.
ശരിക്കും ഫോർമൽ ജുഡീഷ്യറിയുടെ ഭാഗമേ അല്ല. എന്നാൽ ഈ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോസി ജുഡീഷ്യൽ ബോഡികൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, നിയമത്തെ വ്യാഖ്യാനിക്കാനും അതിൽ നിന്നൊരു നിഗമനത്തിൽ എത്തിച്ചേർന്ന് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുമൊക്കെ ഉള്ള ഒരു അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനങ്ങളും പ്രൊസീജിയറുമെല്ലാം ഒരു കോടതിക്ക് സമാനമാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് കോസി ജുഡീഷ്യൽ ബോഡി. എന്നാൽ ഒരു ഫോർമൽ കോടതിയാണോ അതിന്റെ ഭാഗമാണ്? അല്ലതാനും. ഇതൊരു കോടതിയല്ല, പക്ഷെ ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇപ്പൊ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഗ്രീൻ ട്രൈബ്യൂണൽ, ഓൾ ദീസ് ആർ കോസി ജുഡീഷ്യൽ ബോഡീസ്. ഇതെല്ലാം കോസി ജുഡീഷ്യൽ ബോഡീസ് ആണ്. എന്ന് പറഞ്ഞാൽ these bodies have power to interpret law and resolve disputes. തർക്കങ്ങൾ പരിഹരിക്കാനും അതോട് അനുബന്ധിച്ച് നമ്മുടെ നിയമം വ്യാഖ്യാനം ചെയ്യാനും ഒക്കെ അധികാരമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളോടെ പറയാം. ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരുപാട് പരാതികൾ വരാറുണ്ട്. ആ പരാതികൾ വിശകലനം ചെയ്ത് അതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അത് ചില പ്രശ്നങ്ങൾ അവിടെ തന്നെ അവസാനിക്കും, പിന്നെ കോടതിയിൽ പോകേണ്ടി വരില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാർട്ടി പിളർന്നു എന്ന് വിചാരിക്കുക. രണ്ട് വിഭാഗക്കാരും പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ പാർട്ടി എന്ന് പറയുമ്പോൾ ആ തർക്കം നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് ആ തർക്കത്തിന് ഫൈനലായിട്ടുള്ള ഉത്തരം കണ്ടെത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ? ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ തീർപ്പ് കൽപ്പിച്ചാൽ അവിടെ തീരുന്നു ആ പ്രശ്നം. ആ ഡിസ്പ്യൂട്ട് അവിടെ റിസോൾവ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ഇതുപോലെ, മനുഷ്യാവകാശ കാര്യങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ, ഇങ്ങനെ ഇതെല്ലാം കോസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ പറയേണ്ട ഇത്രയേ ഉള്ളൂ, ദീസ് ആർ ദി bodies, government agencies or bodies having power, having powers and procedures like a court അല്ലെങ്കിൽ സിമിലർ ടു കോർട്ട്. കോടതിക്ക് സമാനമായ അധികാരങ്ങൾ ഉണ്ട് ഇതിന്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ ഫോർമൽ കോർട്ട്. ഒരു ഫോർമലായിട്ടുള്ളൊരു കോർട്ടിന്റെ ഭാഗവും അല്ല. ഇറ്റ് ഹാസ് പവർ ടു ഇന്റർപ്രറ്റ് ലോ ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. നിയമം വ്യാഖ്യാനിക്കാനും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനും ഒക്കെയുള്ള അധികാരമുള്ള ഒരു പ്രത്യേക സംവിധാനത്തിന്റെ പേരാണ് കോസി ജുഡീഷ്യൽ ബോഡി. ക്ലിയർ അല്ലേ? ആ വാക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിൽ വെച്ചുകൊള്ളുക. അപ്പൊ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആൻഡ് ആൾസോ എ കോസി ജുഡീഷ്യൽ ബോഡി. മറക്കാതിരിക്കുക. ഇനി നോക്കൂ, അതിന്റെ കോമ്പോസിഷനിലേക്ക് നമുക്ക് നോക്കാം. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ ആൻഡ് 4 അതർ മെമ്പേഴ്സ്. 5 പേരാണ് ചെയർമാൻ ഉൾപ്പെടെ. ചെയർമാനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ. ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രധാന ചോദ്യമാണ്, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ ഹൂം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ചെയർമാനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ്. അപ്പം ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അത് ഓർക്കണം, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് നിയമിക്കുന്നത് ആരെന്ന് പ്രത്യേകിച്ച് ഗവേഷണം നടത്തേണ്ടതില്ല. നമുക്കറിയാം, ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്രസിഡന്റ് എവറി 5 years. കണ്ട, അപ്പൊ അതിന്റെ ടേം ഓഫ് ഓഫീസും പറഞ്ഞു കഴിഞ്ഞു, കാലാവധിയും പറഞ്ഞു കഴിഞ്ഞു. എവറി 5 years. 5 years ആണ്. അതായത് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി പ്രസിഡന്റ് എവറി 5 years. ഓരോ 5 വർഷം കൂടുമ്പോഴുമാണ് ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ പ്രധാന ഡെഫിനിഷൻ? ഇതാണ്, ഇറ്റ് ഡിഫൈൻസ് ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്സ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വിശദമാക്കുന്ന സ്ഥാപനമാണ്. ആക്ച്വലി ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് റിലേഷൻ ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്.
കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് തന്നെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഡിഫൈൻ ഫിനാൻസ് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ തന്നെ പറയണം. നോക്കൂ, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസസ് ദി പാർലമെന്റ് ടു ഡിറ്റർമൈൻ, ഇത് ശ്രദ്ധിക്കണം, പാർലമെന്റ് ടു ഡിറ്റർമൈൻ ദി ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് കമ്മീഷൻ ആൻഡ് മാനർ ഇൻ വിച്ച് ദേ ഷുഡ് ബി ഇലക്ടഡ്. ദി ക്വാളിഫിക്കേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർ ഡിറ്റർമൈൻഡ് ബൈ ദി പാർലമെന്റ്. നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ അംഗങ്ങളുടെ യോഗ്യതകളെ കുറിച്ച് തീരുമാനമെടുക്കുന്ന ആരെന്ന് ചോദിച്ചാൽ പാർലമെന്റ്. അടുത്ത സെന്റൻസിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ്ലി ദി പാർലമെന്റ് ഹാസ് സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻ. ദി പാർലമെന്റ് ഹാസ് സ്പെസിഫൈഡ് ദി ക്വാളിഫിക്കേഷൻ ഓഫ് ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് കമ്മീഷൻ. അപ്പൊ ക്വാളിഫിക്കേഷൻ ഓഫ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ആർ ഡിറ്റർമൈൻഡ് ബൈ ഹൂം? പാർലമെന്റ്. They are appointed by whom? The president. പറഞ്ഞതുപോലെ ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ്, അംഗങ്ങളുടെയും ചെയർമാന്റെയും യോഗ്യതകൾ നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. മറന്നു പോകരുത്, പഠിച്ചു വയ്ക്കണം. ഇനി എങ്ങനെയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യം ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ പറയാം. വാസ്തവത്തിൽ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. മറിച്ച് പറയുന്നത് he should be a person having എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ്. പൊതു കാര്യങ്ങളിൽ പരിചയസമ്പന്നതയുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നേ പറയുന്നുള്ളൂ. ദി ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി എ പേഴ്സൺ ഹാവിംഗ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ്. പൊതുകാര്യങ്ങളിൽ അറിവുള്ള വ്യക്തിയായിരിക്കണം. എന്നാൽ മറ്റ് മെമ്പേഴ്സിന്റെ യോഗ്യത എന്താണ്? ഇനി ഒരു 4 അംഗങ്ങളിലെ ആ 4 അംഗങ്ങളുടെ യോഗ്യത നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്ന്, ആദ്യത്തെ ആള് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ ക്വാളിഫൈഡ് ടു ബിക്കം എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഉണ്ടോ? ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജിയായ വ്യക്തി അല്ലെങ്കിൽ ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തി. ജഡ്ജിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ക്വാളിഫൈഡ് ടു ബിക്കം എ ജഡ്ജ് ആയാലും മതി. അപ്പൊ ഒരാൾ 4ൽ ഒരാളാണ് പറയുന്നത് അംഗം. ആദ്യത്തെ അംഗം നമ്മൾ പറയുന്നതാണ് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ എ പേഴ്സൺ ക്വാളിഫൈഡ് ടു ബിക്കം എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയോ ആയിരിക്കണം ഒരംഗം. രണ്ടാമത്തെ അംഗം ആരാണ്? എ പേഴ്സൺ ഹു ഹാസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ്. സർക്കാരിന്റെ ഗവൺമെന്റിന്റെ സാമ്പത്തിക അക്കൗണ്ട് കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോ ഒരാൾ ഹൈക്കോടതിയുടെ ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം, 4ൽ ഒരാൾ. രണ്ടാമത്തെ ആള് നമ്മുടെ ഗവൺമെന്റിന്റെ അക്കൗണ്ട്സ് ഫിനാൻസ് കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. സർക്കാരിന്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്പെഷ്യൽ നോളജ് ഉള്ള വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ ആളാരാണ്? എ പേഴ്സൺ ഹു ഹാസ് വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള വൈഡ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഒരാൾ 3 പേരായി. ആ 3 പേരൊന്ന് പറഞ്ഞ് ഇനി ഒരാളൂടെ ഉണ്ട് പറയാം. ഒരാള് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ പേഴ്സൺ ക്വാളിഫൈഡ് ടു ബിക്കം ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. അടുത്ത പേഴ്സൺ ഹു ഹാസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ്. സർക്കാരിന്റെ ഫിനാൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം, പ്രത്യേക അറിവുള്ളത്. അടുത്ത എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല ഭരണകാര്യങ്ങളിലും പരിചയസമ്പന്നതയുള്ള വ്യക്തിയായിരിക്കണം. ഇനി ഒരാൾ കൂടെ ഇല്ലേ? 4 പേരുണ്ടെന്ന് പറഞ്ഞു. എ പേഴ്സൺ ഹു ഹാസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ഇക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയ അറിവുള്ള വ്യക്തിയായിരിക്കണം അടുത്തയാൾ. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. ഗവൺമെന്റിന്റെ അക്കൗണ്ട്സ് ഫിനാൻസ് കാര്യങ്ങളിൽ വളരെ അറിവുള്ള വ്യക്തിയായിരിക്കണം. അടുത്തയാള് ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് കാര്യങ്ങൾ അറിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ വിദഗ്ധനായ ഒരു വ്യക്തിയായിരിക്കണം അടുത്തയാള്.
നോക്കൂ, ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെന്റ്. തീർച്ചയായിട്ടും ചെയർമാനും അംഗങ്ങൾക്കും റീ അപ്പോയിൻമെന്റിനുള്ള അവകാശമുണ്ട്. നമ്മൾ UPSC ഒക്കെ പഠിച്ചപ്പം അങ്ങനെ ഇല്ല എന്നാ പറഞ്ഞത് അല്ലെ. എന്നാൽ ഇവിടെ നോക്കൂ, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെന്റ്, തുടർ നിയമനത്തിന് അല്ലെങ്കിൽ പുനർനിയമനത്തിന് അർഹതയുണ്ട്. നോക്കൂ, ക്വാളിഫിക്കേഷൻ ഫോർ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഇന്ത്യ ഫിനാൻസ് കമ്മീഷൻ ആർ ഡിറ്റർമൈൻഡ് ബൈ. ഇതൊരു ആക്ടിലൂടെയാണ്. ശരിക്ക് നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെ അംഗങ്ങളുടെയും യോഗ്യതകൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്. ആക്ടിന്റെ പേര് ഇതാണ്, ദി ഫിനാൻസ് കമ്മീഷൻ മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1951. ദി ഫിനാൻസ് കമ്മീഷൻ മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1951 ദി ക്വാളിഫിക്കേഷൻ ഫോർ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഇന്ത്യ ഫിനാൻസ് കമ്മീഷൻസ് ആർ ഡിറ്റർമൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെ അംഗങ്ങളുടെ യോഗ്യതകളെ കുറിച്ച് പരാമർശിക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ ദി ഫിനാൻസ് കമ്മീഷൻ മിസലേനിയസ് പ്രൊവിഷൻ ആക്ട് 1951. അതുകൂടി ഒന്ന് ഓർത്തോളുക. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ, ദി കറണ്ട് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ നിലവിലെ എത്രാമത്തെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 16th ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ഇൻ 2023 നിയമിച്ചതാണ്. പീരീഡ് തുടങ്ങുന്ന അവിടെ മുതലല്ല. ഈ കറണ്ട് ഫിനാൻസ് കമ്മീഷനെ നിയമിച്ചതെന്ന് ചോദിച്ചാൽ അത് എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ അത് 2023 ഡിസംബറിലാണ് നിലവിൽ വന്നത്. നമ്മുടെ കറണ്ട് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 16th ഫിനാൻസ് കമ്മീഷനാണ്. നിലവിലെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 16ാം ധനകാര്യ കമ്മീഷനാണ്. 16th ഫിനാൻസ് കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ റെക്കമെൻഡിങ് ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ 2026 to 2031 പീരീഡ്. 2026 മുതൽ 2031 വരെയാണ് ഈ കമ്മീഷന്റെ പീരീഡ്. പക്ഷെ കമ്മീഷനെ നിയമിച്ചത്, കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട 2023 പക്ഷെ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ ആയി ബന്ധപ്പെട്ട് ഇതിന്റെ ശുപാർശകൾ നൽകേണ്ടുന്ന പീരീഡ്, ഇതിന്റെ പ്രവർത്തന പീരീഡ് എന്ന് പറയുന്നത്, ഓപ്പറേഷണൽ പീരീഡ് എന്ന് പറയുന്നത് 2026 to 2031 ആണ്. Succeeding 15th Finance Commission which covered up the March 2026. കണ്ടോ, 2026 15ാം ധനകാര്യ കമ്മീഷൻ അവസാനിച്ചു. അതിന്റെ പീരീഡ് 2020 മുതൽ 2026 വരെ, കൃത്യമായി പറഞ്ഞാൽ April 1. അപ്പൊ അതും കൂടെ ഓർമ്മിച്ചോണേ. ഇതിന്റെ ഫിനാൻസ് കമ്മീഷന്റെ എല്ലാ ഫിനാൻസ് കമ്മീഷന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോഴാണ്. April 1 മുതൽ March 31 വരെ. 2020 April 1 മുതൽ 2026 വരെ 5 വർഷം. അതായിരുന്നു ഓപ്പറേഷണൽ പീരീഡ് ഓഫ് 15th ഫിനാൻസ് കമ്മീഷൻ, 15ാം ധനകാര്യ കമ്മീഷൻ. അതിന്റെ ആ ധനകാര്യ കമ്മീഷൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 2023 ആയപ്പം പുതിയതിനെ തെരഞ്ഞെടുത്തു, പുതിയത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ ഓപ്പറേഷണൽ പീരീഡ് എന്ന് പറയുന്നത് 2026 മുതൽ 2031 വരെയാണ് നിലവിലെ ഫിനാൻസ് കമ്മീഷന്റെ പ്രവർത്തന പീരീഡ്, കാലാവധി. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദി ഫിനാൻസ് കമ്മീഷൻ ഈസ് റിക്വയർഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദി ഫോളോയിങ് മാറ്റേഴ്സ്. അപ്പൊ ഇവിടെ തന്നെ ഒരു കാര്യം ഇപ്പോഴേ നിങ്ങൾക്ക് ഒരു ആൻസർ ഇവിടെ നിന്ന് കിട്ടി. ദി ഫിനാൻസ് കമ്മീഷൻ ഈസ് റിക്വയർഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ടു ദി പ്രസിഡന്റ്. ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ് ഇറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ടു ഡാഷ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കിട്ടി. നമ്മളവിടെ ഇനി പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്ന പ്രസിഡന്റിൽ തന്നെയാണ് ശുപാർശയും സമർപ്പിക്കേണ്ടത്. ദി ഫിനാൻസ് കമ്മീഷൻ ഈസ് റിക്വയർഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദി ഫോളോയിങ് മാറ്റേഴ്സ്. എന്താണ് ഇനി പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അപ്പൊ എന്താണ് ഫിനാൻസ് കമ്മീഷന്റെ ഫങ്ഷൻസ് എന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ്. ആ ഫങ്ഷനുമായി ബന്ധപ്പെട്ടാണ് പ്രസിഡന്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പ്രധാന ഫങ്ഷൻ, ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് ടു ബി ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് നികുതി കളക്ട് ചെയ്യുന്നത്?
സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി കളക്ട് ചെയ്യും, അല്ലെ, കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന നികുതി വരുമാനങ്ങൾ അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് നികുതി വിഭജിക്കേണ്ടത് എന്ന്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന്, അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ്, അതായത് നമ്മുടെ നികുതിയുടെ അറ്റാദായം എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടുന്നത് എന്ന് ശുപാർശ ചെയ്യുകയാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രാഥമികമായ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെക്കമെൻഡ്സ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ആൻഡ് അലോക്കേഷൻ സ്റ്റേറ്റ്സ് ഓഫ് റെസ്പെക്റ്റീവ് ഷെയർസ് ഓഫ് സച്ച് പ്രൊസീഡ്സ്. ആ റെസ്പെക്റ്റീവ് ഷെയർസ് ഓരോ സ്റ്റേറ്റിനും, എല്ലാത്തിനും ഒരേപോലെ അല്ല കൊടുക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട വിഹിതം നൽകണം എന്ന് ശുപാർശ ചെയ്യുന്ന കമ്മീഷനാണ്. അപ്പം കേന്ദ്രത്തിന് ലഭിക്കുന്ന അറ്റാദായം, കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതിയുടെ അറ്റാദായം അല്ലെങ്കിൽ നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നതിന് ശുപാർശ ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. നോക്കാം രണ്ടാമത്തത്, ദി പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ബി ഗവേൺ ദി ഗ്രാൻസ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ്സ് ബൈ സെന്റർ. നോക്കൂ, നേരത്തെ പറഞ്ഞത് കേന്ദ്ര വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. ഇവിടെ കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് ദി പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ഗവേൺ ദി ഗ്രാന്റ് ഇൻ എയ്ഡ്, സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റുകൾ കൊടുക്കുന്നതിന്റെ അടിസ്ഥാന തത്വം എന്തായിരിക്കണം, പ്രിൻസിപ്പിൾസ് എന്തായിരിക്കണമെന്ന് ഈ കമ്മീഷൻ ഉപദേശിക്കുന്നു. ആദ്യം പറഞ്ഞത് കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതിക്കുന്നതിനെ കുറിച്ച് ശുപാർശ ചെയ്യുന്നു. ഇപ്പം പറയുന്നത് അത് എന്ത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്, സ്പെസിഫിക് ആയിട്ട് ഏത് പ്രിൻസിപ്പിൾസിലാണ്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഈ വരുമാനങ്ങളെല്ലാം വന്നു ചേരുന്ന എവിടെയാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടാണ്, അല്ലെ? കേന്ദ്രത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വന്നു ചേരുന്ന നികുതി വരുമാനങ്ങൾ ഏത് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് സംസ്ഥാനങ്ങൾക്ക് വീതിക്കേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ആർക്ക് കഴിയും? നമ്മുടെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന് കഴിയും. അടുത്ത് നോക്കൂ, ദി മെഷേഴ്സ് നീഡഡ് ടു augment the consolidated fund of state. അതായത് മെഷേഴ്സ് നീഡഡ് ടു ഇൻക്രീസ് ദി consolidated fund ഓഫ് സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആവശ്യമാണ്? സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നികുതി വീതം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്, നിങ്ങൾക്കറിയാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്ത്യക്ക് മാത്രമല്ല സംസ്ഥാനങ്ങൾക്കും കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന്, അതിനെന്തൊക്കെ മെഷേഴ്സ് ആവശ്യമാണെന്ന് ശുപാർശ ചെയ്യുന്നു. ദി റിസോഴ്സസ് ഓഫ് പഞ്ചായത്ത് ആൻഡ് ദി മുനിസിപ്പാലിറ്റീസ്. ഈ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് സ്വന്തം ചെയ്യുക എന്നത്, അതല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിലൂടെ ആർക്കാണ് പ്രയോജനപ്രദമാകുന്നത്? ആ സംസ്ഥാനത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്ഥാപനങ്ങൾ. നോക്കൂ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇൻ ദി സ്റ്റേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ പഠിക്കും, സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ഈ സംസ്ഥാന ഫിനാൻസ് നിങ്ങൾ ഇങ്ങനെ ഓർച്ചാൽ മതി. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്നു. എന്നാൽ സംസ്ഥാന ഫിനാൻസ് കമ്മീഷനോ സംസ്ഥാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതിക്കുന്നത് പോലെ സംസ്ഥാനങ്ങൾക്കുള്ള കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വീതിക്കണം. അപ്പൊ സംസ്ഥാന ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് വീതിക്കേണ്ടുന്ന ആ കൺസോളിഡേറ്റഡ് ഫണ്ടിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഉപദേശം നൽകും. മനസ്സിലാണല്ലോ? അതായത് ഓരോ സംസ്ഥാനത്തിന്റെയും കൺസോളിഡേറ്റഡ് ഫണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് അർഹതപ്പെട്ട വിഹിതം ലഭ്യമാകുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നും നമ്മുടെ ദേശീയ ഫിനാൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. അടുത്ത് നോക്കൂ, any other matters referred to it by the president in the interest of sound finance. ഇനി നമ്മുടെ സാമ്പത്തികം, സൗണ്ട് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അത്
നല്ല ഒരു സാമ്പത്തിക അവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടത് എന്ന് രാഷ്ട്രപതി പറയുന്നുവോ അതൊക്കെ ചെയ്യുക. അതും നമ്മുടെ ആരുടെ ദൗത്യമാണ്? സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. നോക്ക്, നിങ്ങളിത് വായിക്കുമ്പോൾ ഏതാണ്ട് ഒന്നുപോലെ തോന്നും, പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഓർക്കേണ്ട ഇത്ര കാര്യമാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് ടു ബി ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രത്തിന്റെ നെറ്റ് നമ്മുടെ ടാക്സ്, അതായത് നികുതിയുടെ അറ്റാദായം എങ്ങനെ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ കൂടെ വീതിക്കണം. രണ്ടാമത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താണ്? അതിന്റെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അത് ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. കേട്ടോ, ഈ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ബി ഗവേൺഡ്. ഗ്രാന്റുകളൊക്കെ കൊടുക്കുന്നതിന് സ്വീകരിക്കേണ്ട അടിസ്ഥാന തത്വം എന്താണ്. അടുത്തത് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും വിഹിതം നൽകാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയുകയുള്ളൂ. ക്ലിയർ അല്ലേ? നാലാമത് പറഞ്ഞു, ഇനി ഇതിനൊക്കെ പുറമെ പ്രസിഡന്റ് എന്തൊക്കെ കാര്യങ്ങൾ, എനി അതർ മാറ്റർ റിപ്പോർട്ട് ടു ഇറ്റ് ബൈ ദി പ്രസിഡന്റ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൗണ്ട് ഫിനാൻസ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രപതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, മറ്റു നിർദ്ദേശങ്ങളും അനുസരിക്കാൻ ആർക്ക് ഡ്യൂട്ടിയുണ്ട്? ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി നോക്കൂ, അൻറ്റിൽ 1960 സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ കഴിഞ്ഞ് 1960 വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 273 പ്രൊവൈഡഡ് ഗ്രാന്റ് ഇൻ എയ്ഡ് ടു വെസ്റ്റ് ബംഗാൾ. ഒന്ന് ശ്രദ്ധിക്കണേ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം ആൻഡ് ഒറീസ. വെസ്റ്റ് ബംഗാൾ, പിന്നെ ബീഹാർ, ആസാം ആൻഡ് ഒറീസ, ഈ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്തറിയാമോ? ഇതൊക്കെ ജൂട്ട് പ്രോഡക്റ്റുമായി, ജൂട്ട് പ്രൊഡക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. ചണ വ്യാപാരം അല്ലെങ്കിൽ ചണ കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ ചണ ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ആൻഡ് ജൂട്ട് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യും, മറ്റു രാഷ്ട്രങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യും. നിങ്ങൾക്കറിയാം, അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ അടയ്ക്കേണ്ടി വരില്ലേ? അങ്ങനെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ആ ഡ്യൂട്ടി അടയ്ക്കുന്നത് വഴിയുള്ള ആ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഗ്രാന്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഏതുവരെ? 1960. ആ ട്രാൻസിഷണൽ പീരീഡ് വരെ മാത്രം. തുടക്കത്തിലുള്ള ആ ഒരു പ്രത്യേക എന്താ പറയുന്നത്, ആ ട്രാൻസിഷണൽ പീരീഡ് ആണ് നമ്മൾ പറഞ്ഞ 60 വരെ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് റിപ്പബ്ലിക് ആയതിനു ശേഷം ഒരു 10 വർഷം അല്ലേ? നമുക്കറിയാം, ആ ഒരു ട്രാൻസിഷണൽ പീരീഡിൽ ഇവർക്ക് ഈ ജൂട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അത് ജൂട്ട് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ എക്സ്പോർട്ട് ഡ്യൂട്ടിയിൽ നിന്ന് വരുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഗവൺമെന്റ് ഗ്രാന്റ് നൽകാറുണ്ടായി. അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ടിൽ 1960 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ, അങ്ങനെ ആർട്ടിക്കിളിൽ വ്യവസ്ഥയിട്ടുള്ള ഏതാണ്? 273 ആർട്ടിക്കിൾ പ്രകാരം പ്രൊവൈഡഡ് ഗ്രാന്റ് in aid to West Bengal, Bihar, Assam and Orissa to compensate them for losing their share of export duty on jute and jute product. ജൂട്ടും ജൂട്ട് പ്രോഡക്റ്റും ഒക്കെ എക്സ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി അടയ്ക്കുന്നതിൽ ഇവർക്ക് വരുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് പിന്നെ എന്താണ് ചില ഗ്രാന്റുകൾ നൽകാറുണ്ടായിരുന്നു. It is to ensure revenue stability of these major jute producing states during that ട്രാൻസിഷണൽ പീരീഡ്. കണ്ടോ, അതായത് ഇത് ശരിക്കും ഡെവലപ്പിംഗ് ആയി വരുന്ന ആ പീരീഡ്, ആ ട്രാൻസിഷണൽ പീരീഡിൽ അവരെ ഒരു റവന്യൂ സ്റ്റെബിലിറ്റി, അവർക്ക് സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു സഹായം ഈ സംസ്ഥാനങ്ങളോട് ചെയ്തത്, സാമ്പത്തിക സഹായം കൊടുത്തത്. ഇല്ലെങ്കിൽ എന്താ അറിയാമോ? ഇല്ലെങ്കിൽ ഇവർക്ക് കൈനഷ്ടം വരും. ഇവർക്ക് നഷ്ടം വരുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുമോ? അപ്പം ജൂട്ടും അവർ പ്രൊഡ്യൂസ് ചെയ്യില്ല, അതിന്റെ എക്സ്പോർട്ട് നടത്തൂല, അത് നമ്മുടെ രാജ്യത്തിന് ദോഷകരമായി മാറും. അപ്പൊ അതൊക്കെ ആ എക്സ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഈ സംസ്ഥാനങ്ങൾക്ക് വരുന്ന നഷ്ടം, എക്സ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നഷ്ടം പരിഹരിക്കുന്നതിന് പ്രത്യേക ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു 60 വരെ. മനസ്സിലാവുന്നുണ്ടല്ലോ? നോക്കൂ,
ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചല്ലോ നേരത്തെ, അത് ഒന്നുകൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 280 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ. നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 281 റിപ്പോർട്ട് ഓഫ് ഫിനാൻസ് കമ്മീഷൻ. രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ദി പ്രസിഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രസന്റിംഗ് ദി ഫിനാൻസ് കമ്മീഷൻസ് റിപ്പോർട്ട് ടു പാർലമെന്റ്. ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ്. ആദ്യം അത് മനസ്സിലാക്കുക. ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ്. ദി പ്രസിഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രസന്റിംഗ് ദി ഫിനാൻസ് കമ്മീഷൻസ് റിപ്പോർട്ട് ടു പാർലമെന്റ്. രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഇത് പാർലമെന്റിന് മുമ്പിൽ സമർപ്പിക്കുന്നു. എന്താണ് നോക്കൂ, ദി റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷണർ. അപ്പൊ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 281. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ടു പ്രസിഡന്റ്. പ്രസിഡന്റ് എന്ത് ചെയ്യും? ദി പ്രസിഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രസന്റിംഗ് ദി ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് ടു പാർലമെന്റ്. പ്രസിഡന്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും അത്. ഇനി നോക്കൂ, ദി റെക്കമെൻഡേഷൻസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ആർ അഡ്വൈസറി ഇൻ നേച്ചർ. നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ് ഒക്കെ. അഡ്വൈസറി ഇൻ നേച്ചർ ആണ്, ഉപദേശാധികാരം മാത്രമേ ഉള്ളൂ. ആൻഡ് നോട്ട് ലീഗലി ബൈൻഡിങ് ഓൺ ദി ഗവൺമെന്റ്. ഇത് സ്ഥിരം ചോദ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ നൽകുന്ന ശുപാർശ അഡ്വൈസറി ഇൻ നേച്ചർ. അത് ഗവൺമെന്റിന് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അല്ലാതെ ദേ ആർ നോട്ട് ലീഗലി ബൈൻഡിങ് ഓൺ ദി ഗവൺമെന്റ്. നിയമപരമായിട്ട് അത് ധനകാര്യ കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അഡ്വൈസറി നേച്ചർ, ഉപദേശാധികാരം മാത്രമേ ആർക്കുള്ളൂ? ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യക്കുള്ളൂ. കോസി ഫെഡറൽ എന്നൊക്കെ കോസി ജുഡീഷ്യൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇതിന് അഡ്വൈസറി, ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷണർ അഡ്വൈസറി നേച്ചർ, ഉപദേശങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഫിനാൻസ് കമ്മീഷൻ നൽകുന്ന ഉപദേശങ്ങളാണ്. അത് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെന്റിന് തന്നെയാണ്. അല്ലാതെ ഒരു ബൈൻഡിങ് അല്ല. ഗവൺമെന്റ് അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോട്ട് ലീഗലി ബൈൻഡിങ് ഓൺ ദി ഗവൺമെന്റ്. ക്ലിയർ അല്ലേ? ഇനി നോക്കാം. എംഫസൈസ്ഡ് ദാറ്റ്, അതൊന്ന് ശ്രദ്ധിക്കണം, നല്ല ചോദ്യമാണ്. എംഫസൈസ്ഡ് ദാറ്റ് ഫിനാൻസ് കമ്മീഷൻസ് റെക്കമെൻഡേഷൻ ഷുഡ് നോട്ട് ബി റിജക്റ്റഡ് ബൈ ദി ഗവൺമെന്റ് വിത്തൗട്ട് സ്ട്രോങ് ആൻഡ് കമ്പലിംഗ് റീസൺ. അതായത് വ്യക്തമായ നിർബന്ധിതമായ കാരണങ്ങളില്ലാതെ ഫിനാൻസ് കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ ഗവൺമെന്റിന് തള്ളിക്കളയാൻ കഴിയില്ല, റിജക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതാരാണ്? emphasized that the finance commission's recommendation should not be rejected by the government without strong and compelling reason. നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്പോർട്ട് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഈസ് ഇൻ അഡ്വൈസറി നേച്ചർ എന്നാ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് എന്നാ പറഞ്ഞത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ബൈൻഡിങ് അല്ല, അത് നടപ്പിലാക്കണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു വ്യക്തി, പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? ദി റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഷുഡ് നോട്ട് ബി റിജക്റ്റഡ് ബൈ ദി ഗവൺമെന്റ് വിത്തൗട്ട് സ്ട്രോങ് ആൻഡ് കമ്പലിംഗ് റീസൺ. വളരെ ശക്തമായ കാരണങ്ങളില്ലാതെ, അങ്ങനെ തള്ളിക്കളയാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമില്ലാതെ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് തള്ളിക്കളയരുത്, തള്ളിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ 4ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന PV രാജമന്നാർ എന്ന വ്യക്തിയാണ്. ശ്രദ്ധിക്കാം, PV രാജമന്നാർ, ചെയർമാൻ ഓഫ് 4th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 4ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്ന PV രാജമന്നാരാണ് ഈ പ്രധാനപ്പെട്ട ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അതായത് ഫിനാൻസ് കമ്മീഷൻസ് recommendation should not be rejected by the government without a strong and compelling reason. തള്ളിക്കളയാനൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷേ സർക്കാർ നിങ്ങൾ തള്ളിക്കളയുന്നതിന് മുമ്പ് ആലോചിക്കുക, അതിന് വ്യക്തമായ കാരണമുണ്ടോ, അതിന് സ്ട്രോങ് ആയിട്ട് ഈ റെക്കമെൻഡേഷൻ സ്വീകരിക്കാതിരിക്കാനുള്ള സാഹചര്യമുണ്ടോ, ഇതൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമല്ല നിസാര കാരണങ്ങൾ പറഞ്ഞ് ഈ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ തള്ളിക്കളയരുത്, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞത് PV നരസിംഹറാവു നായി പോരുത്, PV രാജമന്നാർ.
ദി ചെയർമാൻ ഓഫ് 4th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷന് മറ്റൊരു വിശേഷണവും കൂടിയുണ്ട്, ബാലൻസിങ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ. ബാലൻസിങ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ധനകാര്യ ഫെഡറലിസം, അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്ന ഒരു വീലാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻസ്. ശരിയല്ലേ? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അങ്ങനെ ഊട്ടിയുറപ്പിക്കുന്ന, നിലനിർത്തുന്ന ഒരു ബാലൻസിങ് വീലാണ് എന്താണ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ഇതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാലൻസിങ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫിനാൻസ് കമ്മീഷൻ. ഇങ്ങനെ ബാലൻസിങ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിനാൻസ് കമ്മീഷൻ, നീതി ആയോഗ്, അങ്ങനെ പല സ്ഥാപനങ്ങളും ഒക്കെ ഓപ്ഷനിൽ വരും. തീർച്ചയായിട്ടും ബാലൻസിങ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിലനിർത്തുന്ന ഒരു മെക്കാനിസത്തിന്റെ പേരാണ് ഫിനാൻസ് കമ്മീഷൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ദി organization responsible for resource allocation to states until it was dissolved in August 2014. നോക്കൂ, നമ്മൾ ഫിനാൻസ് കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം, ഈ ധർമ്മമല്ലേ പ്ലാനിംഗ് കമ്മീഷൻ മുമ്പും നീതി ആയോഗ് ഇപ്പോഴും ചെയ്യുന്നത് എന്നൊരു തോന്നൽ വരാം. അല്ല, ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണെന്ന് പറയാം. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ resources allocation to state until it was dissolved in August 2004. 2014 ഓഗസ്റ്റിലല്ലേ പ്ലാനിംഗ് കമ്മീഷൻ അവസാനിക്കുന്നത്? 2015 ജാനുവരി 1 ഇതിന്റെ പിൻഗാമിയായിട്ട് ആര് വരുന്നത്? നീതി ആയോഗ് വരുന്നത്. അപ്പൊ അതുവരെ 2014 വരെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു റിസോഴ്സ് ഓഫ് അലോക്കേഷൻ, അതും ഈ പറഞ്ഞ പോലെ അല്ല, റിസോഴ്സ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട പോളിസികളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. എന്നാൽ ഓൺ August 13, 2014 ദി യൂണിയൻ ക്യാബിനറ്റ് ഡിസൈഡ് ടു അബോളിഷ് പ്ലാനിംഗ് കമ്മീഷൻ. വേണമെങ്കിൽ ഈ ഡേറ്റ് ഒന്ന് ഓർമ്മിച്ചോളുക. കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷനെ ഡിസോൾവ് ചെയ്യാൻ, അബോളിഷ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ്. 2014 August 13 അതിന്റെ അടിസ്ഥാനത്തിൽ ദി പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പറഞ്ഞാൽ തിരിച്ചെടുക്കുകയാണ്. അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. പലരോട് നമ്മൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, ഒപ്പിക്കും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, കാരണം ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? നീതി ആയോഗിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ് ഓൺ January 1, 2015. അത് അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെ അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഈ ഡേറ്റ് ബൈ ഹാർട്ട് ആക്കി കൊടുക്കുക. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 January 1. ഇവിടെ ഇപ്പൊ നമുക്കൊരു സംശയം വരും, ഈ ഫിനാൻസ് കമ്മീഷനും നീതി ആയോഗും ഏതാണ്ട് ഒന്നുപോലെയല്ലേ? അല്ല, അതെന്താണെന്ന് ഇവിടെ ഞാൻ സെന്റൻസിൽ വ്യക്തമാക്കാം. ദി ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദാറ്റ് റെക്കമെൻഡ്സ് ഫിസ്ക്കൽ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ ഫിസ്ക്കൽ സാമ്പത്തിക റിസോഴ്സസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന, നമ്മുടെ നികുതികളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഫോക്കസിങ് ഓൺ ഫിസിക്കൽ ഫെഡറലിസം, ഈ വാക്കാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഫിസിക്കൽ ഫെഡറലിസം, സാമ്പത്തികമായ ഒരു ഫെഡറലിസം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. വൈൽ എന്നാൽ നീതി ആയോഗ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് ബോഡി. കണ്ട, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇത് എക്സിക്യൂട്ടീവ് ബോഡി. ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ബട്ട് നീതി ആയോഗ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് ബോഡി. അവിടെ
കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാതെ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല, എക്സിക്യൂട്ടീവ് ബോഡിയാണ് ഏത് നീതി ആയോഗ്. പ്രൊമോട്ടിംഗ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ഇവിടെ പറഞ്ഞ എന്താണ്? ഫിസിക്കൽ ഫെഡറലിസം. ഇവിടെ പറഞ്ഞ എന്താണ്? ഫിസിക്കൽ ഫെഡറലിസം. ഇവിടെ പറഞ്ഞ കോഓപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പൊ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്ക് ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, നീതി ആയോഗ് ഒരു എക്സിക്യൂട്ടീവ് ബോഡി. ഫിനാൻസ് കമ്മീഷൻ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ഫിസിക്കൽ ഫെഡറലിസം ആണെങ്കിൽ നീതി ആയോഗ് പ്രൊമോട്ടിംഗ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ വിത്ത് ബോട്ടം അപ്പ് അപ്രോച്ച്, ഓഫറിംഗ് പോളിസീസ് ആൻഡ് ഐഡിയാസ്, നോട്ട് അലോക്കേറ്റിംഗ് ഫണ്ട്. ഇതാണ് ഒരു കാതലായ പോയിന്റ്. മറ്റത് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ശുപാർശ ചെയ്യുന്നു. ഇവിടെ പോളിസീസും ഐഡിയ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സാമ്പത്തിക മേഖലയിലുള്ള പോളിസീസ് എന്തായിരിക്കണം എന്നാണ് നീതി ആയോഗ് പറയുന്നതെങ്കിൽ, ശരിക്ക് നമ്മുടെ റിസോഴ്സസ്, നികുതികൾ എങ്ങനെ വിഭജിക്കണമെന്നാണ് ആര് പറയുന്നത്? ഫിനാൻസ് കമ്മീഷൻ പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, നീതി ആയോഗ് എക്സിക്യൂട്ടീവ് ബോഡി. ഫിനാൻസ് കമ്മീഷൻ പ്രൊമോട്ട് എന്താണ്? ഫിസിക്കൽ ഫെഡറലിസം. നീതി ആയോഗ് പ്രൊമോട്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിഹിതം വീതിക്കുന്നതിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ, നീതി ആയോഗ് നമ്മുടെ സാമ്പത്തിക പോളിസി, നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടപ്പിൽ വരുത്തേണ്ടതെന്ന് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഒന്ന് ഓടിച്ചോളൂ. ഇപ്പൊ രണ്ടും ഒന്നല്ലേ എന്നൊക്കെ ചിലർക്ക് തോന്നും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നോക്കൂ, ദി ഫിനാൻസ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് ഫോംഡ്. ഇനി എന്നാണ് ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത്? ശ്രദ്ധിക്കുക. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ 1951 നവംബർ 22. ഈ ഡേറ്റ് പഠിക്കണം. ഇന്ത്യയിൽ ആദ്യത്തെ ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ 1951 നവംബർ 22. 1951 നവംബർ 22. മനസ്സിൽ പതിപ്പിക്ക്. 1951 നവംബർ 22. 1951 നവംബർ 22 ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ്. ക്ലിയർ അല്ലേ? ഇതിന്റെ ഓപ്പറേഷണൽ പീരീഡ് എന്നാൽ 51 നിലവിൽ വന്നെങ്കിലും അതിന്റെ ഓപ്പറേഷണൽ പീരീഡ് 52 മുതൽ 57 വരെ. ഓപ്പറേഷണൽ പീരീഡ് ഓഫ് ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ 1952 to 1957. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ചെയർമാൻ. ഇത് ഒരുവിധപ്പെട്ട ചോദ്യ പേപ്പറിലെല്ലാം ഉണ്ട്. വളരെ എനിക്ക് തോന്നുന്നു PSC ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദി ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. എങ്ങനെയും ചോദിക്കാം. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നോ, ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം KC നിയോഗി, സിദ്ദിഖ് ചന്ദ്ര നിയോഗി. വേണ്ട, അങ്ങനെയൊന്നും പഠിക്കണ്ട. നിങ്ങൾ KC നിയോഗി എന്ന് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. KC നിയോഗി ഈസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി അതിന്റെ പർപ്പസ് എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്? ടു റെക്കമെൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ ഗ്രാന്റ് ഇൻ എയ്ഡ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഈ നികുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഗ്രാന്റുകളും എയ്ഡുകളും ഒക്കെ നമ്മുടെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നൊക്കെ ഒന്നാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മലയാളി ടു ബിക്കം മെമ്പർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ഏത് കമ്മീഷനാണ്? ഒന്നാം ധനകാര്യ കമ്മീഷൻ തന്നെ ഉണ്ടായിരുന്ന ഒരു മലയാളി. അതാരാണ്? VP മേനോൻ. മറക്കരുത്, VP മേനോൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. VP മേനോനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഫസ്റ്റ് മലയാളി ടു ബിക്കം ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ആര്? VP മേനോൻ. അതും കൂടെ മനസ്സിൽ വെച്ചുകൊടുക്കുക. ഇന്ത്യയില് ഒരു സംസ്ഥാന ഗവർണറായി വന്ന ആദ്യ മലയാളി ഒഡീഷയില്. പണ്ട് ഒറീസയായിരുന്നു ആ സമയത്ത്, അല്ലെ? 51 ഒറീസയിലാണ്. ഒറീസയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒഡീഷയുടെ ഗവർണറായി മാറിയ ആദ്യത്തെ മലയാളിയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മലയാളി ഒരു സംസ്ഥാന ഗവർണറായി വെച്ച. മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പം
ഫസ്റ്റ് മലയാളി ടു ബിക്കം ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, അതും ആര് തന്നെയാണ്, VP മേനോൻ. അപ്പൊ അത് ചെറിയൊരു ഒരു വാക്കൂടെ വന്നാലോ, ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് വന്നാലോ, എന്ത് ഫാത്തിമ ബീവി പറയണം, തമിഴ്നാടില് അല്ലെ. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഗവർണറായി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു മലയാളി വനിതാ ഗവർണറായി വരുന്നു, ഫാത്തിമ ബീവി. ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ ഈ പറഞ്ഞപ്പോ, അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളുക നിങ്ങൾ. ഫസ്റ്റ് മലയാളി ടു ബിക്കം എ മെമ്പർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, VP മേനോൻ. അപ്പൊ VP മേനോനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ഓർക്കും? VP മേനോൻ ഫസ്റ്റ് മലയാളി ടു ബിക്കം എ മെമ്പർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് മലയാളി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് മലയാളി ടു ബിക്കം എ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഇനി നമുക്ക് പറയാം ഹി ഹെൽപ്ഡ് ആര്, സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലെ. നമ്മുടെ ശരിക്കും പ്രിൻസിലി സ്റ്റേറ്റ്സിന്റെ ഇന്റഗ്രേഷന് നമ്മുടെ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ അതും VP മേനോൻ. ഇനി സ്ഥിരമായി പരീക്ഷ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, ദി ഫേമസ് ബുക്ക് റിട്ടൺ ബൈ VP മേനോൻ. VP മേനോന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയുടെ പേരൂടെ പഠിച്ചോളുക, എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഏകീകരണം. ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് എ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ VP മേനോൻ. അപ്പൊ VP മേനോനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഇത്രയും ചോദ്യം കൂടെ മനസ്സിലിട്ടിരുന്നാൽ നല്ലത്. എന്തൊക്കെ നിങ്ങൾ മനസ്സിലിടും? ആദ്യം ഫസ്റ്റ് മലയാളി ടു ബിക്കം എ മെമ്പർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ, ഫസ്റ്റ് മലയാളി ടു ബിക്കം ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്, ദെൻ the Malayali who helped അല്ലെങ്കിൽ who supported സർദാർ വല്ലഭായ് പട്ടേൽ ഫോർ ദി ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഫോർ ദി ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പട്ടേലിനെ സഹായിച്ച മലയാളി. ഫേമസ് ബുക്ക് റിട്ടൺ ബൈ VP മേനോൻ, ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. മറക്കരുത് ഇത്രയും കാര്യങ്ങളൊന്നും. അപ്പോ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ KC നിയോഗി, ഫസ്റ്റ് മലയാളി ടു ബിക്കം എ മെമ്പർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ VP മേനോൻ. ഏത് ഫിനാൻസ് കമ്മീഷനിൽ? ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷനിൽ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചെയർമാനും സ്ഥിരമായി ചോദിക്കാറുണ്ട്, സെക്കൻഡ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ K. സന്താനം. 57 മുതൽ 62 വരെ ഉള്ള രണ്ടാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ K. സന്താനം. K. സന്താനത്തെ കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം വരുമല്ലോ. K. സന്താനം കമ്മീഷൻ, സന്താനം കമ്മിറ്റി ഓർമ്മയുണ്ടോ? CVC, Central Vigilance Commission, was established according to the recommendation of K. സന്താനം കമ്മിറ്റി. അപ്പൊ ഇന്ത്യയില് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത് സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1964 CVC, Central Vigilance Commission, was formed in 1964 according to the recommendation of K. സന്താനം കമ്മിറ്റി. സന്താനത്തെ കുറിച്ച് പറഞ്ഞ് ഇനി ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ രണ്ട് ചോദ്യങ്ങളെങ്കിലും ഇവിടെ ഓർമ്മിച്ചു. അപ്പൊ ഇവിടെ നമ്മളിലേക്ക് വരാം. ഇനി പറഞ്ഞു പോയാൽ നമ്മുടെ വിഷയം വിട്ടുപോകും. അതാണ് ഞാൻ കൂടുതൽ പറയാത്തത്. എങ്കിലും നമുക്ക് അത്യാവശ്യമുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ KC നിയോഗി, ഫസ്റ്റ് മലയാളി ടു ബിക്കം എ മെമ്പർ, ചെയർമാൻ എന്ന് പറയരുത്, മെമ്പർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ VP മേനോൻ. ഏത് കമ്മീഷനിൽ? ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷനിൽ. ദി സെക്കൻഡ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദി സെക്കൻഡ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ K. സന്താനം. ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം നമുക്ക്. ദി കറണ്ട് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്നാണ് എത്രാം കമ്മീഷൻ? കറണ്ട് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 16th ഫിനാൻസ് കമ്മീഷൻ, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ December 2023. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1923 നിലവിൽ വരികയും 1926 മുതൽ 31 വരെ ഓപ്പറേഷണൽ പീരീഡായി ഫിക്സ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു ഫിനാൻസ് കമ്മീഷനാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഫിനാൻസ് കമ്മീഷൻ. അത് 16ാം ഫിനാൻസ് കമ്മീഷനാണ്. 16ാം ഫിനാൻസ് കമ്മീഷൻ ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ആർ ഫോർ 5 years. എന്താണ്? സ്റ്റാർട്ടിങ് April 1st, 2026 ടു March 31st, 2031. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന്റെ പീരീഡ് നമ്മൾ പറഞ്ഞു അല്ലെ.
ചെയർമാൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡോക്ടർ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ കേട്ടിട്ടുണ്ടല്ലോ. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ അതിന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അരവിന്ദ് പനഗരിയ. അദ്ദേഹം ഇപ്പോ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ അഥവാ 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, മറക്കരുത്. ഡോക്ടർ അരവിന്ദ് പനഗരിയ ഈസ് ദി പ്രസന്റ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ 16th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളൊന്നും ഇതിനകത്തില്ല. പക്ഷെ വളരെ ഭംഗിയായി തന്നെ പഠിച്ചു വെക്കണം. ഇത് ഒരുപാട് പ്രാധാന്യമുള്ള ടോപ്പിക്കാണെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് ആവർത്തിച്ച് കാണുകയും അതിലുള്ള പോയിന്റുകളൊക്കെ ഒന്ന് കുറിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സൊക്കെ ഇതിലൂടെ കിട്ടുമെങ്കിലും ഞാൻ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പ്രധാന പോയിന്റുകളൊക്കെ കുറിച്ച് വെച്ച് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് കൂടുതൽ നമ്മുടെ മനസ്സിൽ അത് പതിയാൻ കാരണമാകും. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇതിന്റെ പുറകെ വരും. ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇതിന്റെ പുറകെ ഉണ്ടായിരിക്കും. അപ്പോ എല്ലാവർക്കും ഒരുപാട് വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ എന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.